Today we are going to learn a new chapter. Before starting the class, let's recall about different shapes we observe in our daily life situations, such as circles, rectangles, squares, triangles, etc. Have you seen any of the shapes in your daily life? Okay, these are flat shapes and appear in various objects like clock faces, coins, windows, road signs, books, etc. Can you say what happens when we add depth or height to all these shapes? Okay. Okay, in class 6, we have already learned about rectangle blocks and also you know how to find its volume. Let's look it in detail. നമ്മൾ റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞാണ് നിർത്തിയത്. അതായത് 6ാം ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഇതാണോ എന്ന് നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് സർഫസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 6 റെക്റ്റാങ്കിൾസ് എന്നാണ്. അതായത് 6 റെക്റ്റാങ്കുലർ ചേരുന്നതാണ് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്? പെയേഴ്സ് ഓഫ് ദ സെയിം സൈസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം. അതായത് ടോപ്പിലും ബോട്ടത്തിലുമാണ് ഒരു പെയർ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത പെയർ എവിടെയാണെന്ന് പറഞ്ഞേ? ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തതോ ഫ്രണ്ട് ആൻഡ് ബാക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര സർഫസസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 6 എണ്ണം. അത്രയല്ലേ ഇതിൽ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഈ ഷേപ്പുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതൊരു 2D ഷേപ്പാണോ, അതായത് 2 ഡയമെൻഷൻ ഷേപ്പാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. 2D ഷേപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതിനെന്തുണ്ട്? ഹൈറ്റും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? 3 ഡയമെൻഷണൽ ഷേപ്പുകൾ എന്ന്. അതായത് 3D ഒബ്ജക്ട്സ്. മനസ്സിലായോ? അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഓൾ ദീസ് ഷേപ്സ് വിത്ത് ഹൊറിസോണ്ടൽ സ്പ്രെഡ് ആൻഡ് വെർട്ടിക്കൽ ഹൈറ്റ് ആർ സെഡ് ടു ബി 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സ് ഓർ സോളിഡ്സ്. മനസ്സിലായോ? ഈ തന്നിരിക്കുന്ന ഫിഗറുകൾക്കെല്ലാം തന്നെ എന്തുണ്ട്? ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ദീസ് ആർ 3D ഒബ്ജക്ട്സ് വിച്ച് മീൻസ് ദേ ഹാവ് 3 ഡയമെൻഷൻസ്. These 2 aspects help us to understand the size, shape of the object in space. By looking at the horizontal spread, we know how far the object extends on a flat surface, and by considering the vertical height, we know how far or how deep it is. Do you understand? Okay, this is the definition for 3-dimensional objects. Okay, let's move on to another slide. Okay, here is a comparison between 2D shapes and 3D shapes. In the first track, 2-dimensional shapes are flat shapes that has length and width but no depth or height. ആദ്യത്തെ കുറച്ച് ഫിഗറുകളുടെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കിയേ. അതൊക്കെ തന്നെ 2 ഡയമെൻഷനാണ്. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്തോ ഹൈറ്റോ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിനെ എന്ത് നമ്മൾ വിളിക്കും? 2D ഷേപ്പുകളെന്ന്. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയുള്ളത് നോക്കിക്കേ, 3 ഡയമെൻഷണൽ ഷേപ്പുകളാണ്. അതിനെന്തുണ്ട്? ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. മനസ്സിലായോ? 3-dimensional shapes has 3 dimensions: length, width and height. 3D shape has volume and occupy space. മനസ്സിലായോ? അപ്പോൾ 3D ഷേപ്പുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് എന്താണ് കൊടുത്തേക്കുന്നത്? സ്ക്വയർ ബേസ്ഡ് പിരമിഡ്, ട്രയാങ്കുലർ പ്രിസം, കോൺ, സ്പിയർ, സിലിണ്ടർ, ക്യൂബ്, എക്സെട്ര. മനസ്സിലായോ? അങ്ങനെയാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ 3D ഒബ്ജക്ട്സ് ഫ്രം ദിസ്. അതായത് മുൻപ് കണ്ടിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾ 3D ഒബ്ജക്ട്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടുന്ന് ഏതൊക്കെയാണ് 3D ഒബ്ജക്ട്സ് എന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയേ. നോക്കിയോ ഏതൊക്കെയാണ് 3D ഒബ്ജക്ട്സ്? ഫസ്റ്റ് വൺ ഒരു പെൻറ്റഗൺ ആണ്. അത് പക്ഷേ 2D ആണ്. സെക്കൻഡ് വണ്ണോ അതും സ്ക്വയർ ആണ്, അതും 2D ആണ്. പക്ഷെ മൂന്നാമത്തേതോ ഏതാണ്? അതൊരു കോണാണ്. അതെന്തായാലും 3D ആണ്. കാരണം നമ്മൾ മുൻപുള്ളതിനകത്ത് ഡെഫിനിഷനകത്ത് തന്നെ എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ടൊരു ട്രയാങ്കിൾ ആണ്, അത് കഴിഞ്ഞിട്ടൊരു സിലിണ്ടർ ആണ്. സിലിണ്ടർ എന്തുകൊണ്ടാണ് 3D ആയത്? അതിനും
ഹൈറ്റ് ഉണ്ട് അല്ലേ? നോക്കിക്കേ, അകത്ത് ഹൈറ്റ് ഇല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു ഡയമണ്ട് ആണ്, പക്ഷെ എന്നാലും അതും 2D ആണ്. അത് കഴിഞ്ഞിട്ട് എന്തായി? ഒരു ക്യൂബ്. അത് കഴിഞ്ഞിട്ടൊരു ക്യൂബോയിഡ്. ക്യൂബും എന്താണ്? 3 ഡയമെൻഷനിലാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? റെക്റ്റാങ്കിൾ പക്ഷേ അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് 3D ആയിട്ട് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എന്താ? ഒരു പിരമിഡ് തന്നേക്കുവാണ്. അത് 3D അല്ലേ? ഓക്കെ, ഇത്രയും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദെയർ സർഫസസ്? ഇവിടെ ഒരു 3 ഫിഗറുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സർഫസസുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചത്. ഇൻ ദ ഫസ്റ്റ് ഈക്വൽ ട്രയാങ്കിൾസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് 3 റെക്റ്റാങ്കിൾസ് ഓൺ ദ സൈഡ്സ്. അതായത് ടോപ്പിലും ബോട്ടത്തിലും ട്രയാങ്കിൾസ് ആണ്, അതിൻ്റെ ചുറ്റുമുള്ള സൈഡ്സിൽ എന്താണ്? റെക്റ്റാങ്കിൾസ് ആണ്. മനസ്സിലായോ? അപ്പം മണ്ടയ്ക്കും താഴെയും ട്രയാങ്കിൾ ആണ്, അതിൻ്റെ ചുറ്റുമുള്ളത് എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. രണ്ടാമത്തെ ഫിഗർ ഒന്ന് നോക്കിയേ. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കോഡിലാറ്ററൽ അല്ലേ? നമുക്ക് സ്ക്വയറോ എന്തോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊരു കോഡിലാറ്ററൽ ആണ്, അതായത് 4 സൈഡഡ് ഒരു ഫിഗറാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ടോപ്പിലും ബോട്ടത്തിലും എന്താണ്? കോഡിലാറ്ററൽ ആണ്. അതേപോലെ അതിൻ്റെ ബാക്കിയുള്ള സൈഡുകളിൽ എന്താണ്? അതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? സൂക്ഷിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻ ദ തേർഡ് എക്സഗൺസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് 6 റെക്റ്റാങ്കിൾസ് ഓൺ ദ സൈഡ്സ്. അതായത് മണ്ടയ്ക്ക് എക്സഗൺ ആണ്, അതായത് 6 സൈഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് എക്സഗൺ ആണ്, ബോട്ടത്തിലും എക്സഗൺ ആണ്. ബാക്കി സൈഡുകളിൽ എന്താണ്? 6 റെക്റ്റാങ്കിൾസ് ആണ്. അപ്പം ഇതിനെ എല്ലാം കൂടി നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് വിളിക്കും. അതായത് ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾ ടോപ്പിലും ബോട്ടത്തിലും, രണ്ടാമത്തെ ഫിഗറിൽ കോഡിലാറ്ററലും മുകളിലും താഴെയും, പക്ഷെ അതിൻ്റെ ചുറ്റിലും എല്ലാം റെക്റ്റാങ്കിൾ ആണ്. അപ്പം ഇതിനെ എല്ലാം കൂടി നമ്മൾ കോമൺ ആയിട്ടൊരു പേര് വിളിക്കും. പ്രിസംസ് എന്നാണ് ഇതിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്നത്. അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? പ്രിസംസ്. ഇത് തന്നെയാണ് ഞാൻ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷനിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായല്ലേ? ഓക്കെ, നിങ്ങൾ ആദ്യമേ ഇത് പ്രിസം ആണെന്ന് മനസ്സിലായവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിസത്തിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണെന്ന് നോക്കിയേ. ഇൻ ജനറൽ ദ സർഫസ് ഓഫ് ഈച്ച് ഓഫ് ദം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഐഡന്റിക്കൽ പോളിഗൺസ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് റെക്റ്റാങ്കിൾസ് ഓഫ് ദ സെയിം ഹൈറ്റ് വിത്ത് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ദ പോളിഗൺസ് ആസ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്. സച്ച് സോളിഡ്സ് ആർ കോൾഡ് പ്രിസംസ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 പോളിഗൺസ്, അതായിരിക്കും ടോപ്പിലും ബോട്ടത്തിലും ഉണ്ടാവുക. ബാക്കിയുള്ള സൈഡുകളിൽ എന്താണ്? റെക്റ്റാങ്കിളും ആയിരിക്കും. അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 പോളിഗൺസ് ടോപ്പിലും ബോട്ടത്തിലും ഉണ്ടായിരിക്കും. ബാക്കിയുള്ള സൈഡുകളിൽ എന്താണ്? റെക്റ്റാങ്കിൾസും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ശ്രദ്ധിച്ചേ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് പ്രിസംസ് ഏതൊക്കെയാണ് ഉള്ളത് നോക്കി. ട്രയാങ്കുലർ പ്രിസം, റെക്റ്റാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം. ഇതെല്ലാം തന്നെ എന്തിൻ്റെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്? ടോപ്പിലെയും ബോട്ടത്തിലെയും ഏത് പോളിഗൺ ആണെന്ന്, അതായത് ഐഡന്റിക്കൽ ആയിട്ട് ടോപ്പിലും ബോട്ടത്തിലും ഏതാണ് വരുന്നത്, ഇത് വെച്ചിട്ടാണ് ഏത് പ്രിസമാണെന്ന്, അതായത് പ്രിസത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? ആദ്യത്തേതിൽ എന്താണ്? ട്രയാങ്കുലർ പ്രിസം, രണ്ടാമത്തേതിലോ റെക്റ്റാങ്കുലർ പ്രിസം, മൂന്നാമത്തേതിൽ സ്ക്വയർ പ്രിസം, നാലാമത്തേതിൽ പെന്റഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം, ഒക്ടഗണൽ പ്രിസം. കണ്ടോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ ടോപ്പിൽ എത്ര സൈഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നതെന്ന്. ഓക്കെ, നോക്കിയോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് പേരിൽ വിളിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിസംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ട്രയാങ്കുലർ, ക്വാഡ്രാങ്കുലർ, ഹെക്സഗണൽ ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു ദ ബേസ്. അതായത് ബേസിൽ ഏത് പോളിഗൺ ആണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇത്രയും പ്രിസം എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത എന്താണ്? പ്രിസംസ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ബേസസ്. അതായത് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രിസംസ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ബേസസ്. അതായത് ബേസസിനെ ബേസ് ചെയ്തിട്ട് പ്രിസത്തിന് എന്താണ് പേര് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ ട്രയാങ്കുലർ പ്രിസം. എ പ്രിസം whose base or triangle is in shape is considered as triangular prism. അതായത് ട്രയാങ്കിൾ ഷേപ്പാണ് അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും വരുന്നതെങ്കിൽ അതിനെ എന്തായിട്ട് വിളിക്കാം? ട്രയാങ്കുലർ പ്രിസം ആയിട്ട് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണ്? സ്ക്വയർ പ്രിസം. അത് സ്വാഭാവികമായിട്ട് എന്താണ്? സ്ക്വയർ ടോപ്പിലും ബോട്ടത്തിലും വരണം. റെക്റ്റാങ്കുലർ പ്രിസം
അതിനെന്താണ്? എ പ്രിസം whose bases are rectangle in shape is considered a rectangular prism. ബ്രാക്കറ്റിൽ എ റെക്ടാങ്കുലർ പ്രിസം ഈസ് ക്യൂബോയിഡൽ ഇൻ ഷേപ്പ്. അതായത് റെക്ടാങ്കുലർ പ്രിസം എന്താണ്? ക്യൂബോയിഡൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അടുത്തത് എന്താണ്? പെൻഡഗണൽ പ്രിസം. എ പ്രിസം whose base are pentagon in shape is considered a pentagonal prism. ആറ് സൈഡുള്ളൊരു ഷേപ്പാണ് ടോപ്പിലും ബോട്ടത്തിലും വരുന്നതെങ്കിൽ എന്താണ്? ഒരു പോളിഗണാണ് വരുന്നതെങ്കിൽ എന്താണ്? അത് ഹെക്സഗണലാവും. അടുത്തത് എന്താണ്? ഒക്ടഗണൽ. അതായത് ഒക്ടഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം, ട്രപ്പീസോയിഡൽ പ്രിസം. എ പ്രിസം whose bases are trapezoid in shape is considered as a trapezoidal prism. ഇത്ര മനസ്സിലായോ എങ്ങനെയാണ് ഇതിന് പേര് വന്നതെന്ന് പ്രിസങ്ങൾക്ക്? ഓക്കെ അല്ലേ? അങ്ങനെയാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പാർട്സ് ഓഫ് പ്രിസം, അതായത് പ്രിസത്തിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നാണ് നമുക്കൊന്ന് നോക്കാം. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം polygons and the rectangles on the sides are called faces of the prism. Those faces on the top and bottom are called bases, and those on the sides are called lateral faces. The sides of the faces are called edges. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോപ്പ്, ബോട്ടം, അതോടൊപ്പം തന്നെ സൈഡ്സ്, അതിന് ചുറ്റുമുള്ള സൈഡ്സ് എല്ലാം കൂടെ ചേരുന്നതാണ് അതിന് എന്തായിട്ട് പറയുന്നത്? ഫേസസ് ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത്. അതായത് ടോപ്പിലും ബോട്ടത്തിലും ഏത് പോളിഗൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും, അതോടൊപ്പം തന്നെ സൈഡിലുള്ള റെക്ടാങ്കുലർ ഷേപ്പിനെ കൂടെ ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഫേസസ്. അതിൽ തന്നെ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന പോളിഗൺസിനെ നമ്മൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള ടോപ്പിലും ബോട്ടത്തിലും വരുന്ന ഐഡന്റിക്കൽ ആയിട്ടുള്ള പോളിഗൺസിനെ നമ്മൾ എന്ത് വിളിക്കും? ബേസസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് സൈഡ്സിൽ നമ്മൾ റെക്ടാങ്കുലർ ഷേപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ എന്ത് വിളിക്കും? ലാറ്ററൽ ഫേസസ്. അങ്ങനെയാണെങ്കിൽ ഇത് സൈഡ്സ് ഓഫ് ദ ഫേസസ് ആർ കോൾഡ് എഡ്ജസ്. അതായത് ഫേസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അതിൻ്റെ സൈഡ്സിനെ വിളിക്കുന്ന പേരാണ് എഡ്ജസ്. അതോടൊപ്പം തന്നെ വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യുന്ന, ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് എന്ത് പറയുന്നത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പാർട്സ് ഓഫ് പ്രിസം എന്ന് പറഞ്ഞ് എത്ര പാർട്സ് ഉണ്ട്? മെയിൻലി 4 പാർട്സ് ആണുള്ളത്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. വാട്ട് വി ഹാവ് കോൾഡ് റെക്ടാങ്കുലർ ബ്ലോക്ക് സോ ഫാർ നൗ കോൾഡ്. അതായത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇതൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രിസത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഒന്ന് ആലോചിച്ചേ. അതെ, റെക്ടാങ്കുലർ പ്രിസമാണ്. അതിന് നമ്മൾ എന്തായിട്ട് വിളിക്കും? ക്യൂബോയിഡൽ പ്രിസമായിട്ട് നമ്മൾക്ക് പറയാം അല്ലേ? റെക്ടാങ്കുലർ പ്രിസത്തെ നമുക്ക് ക്യൂബോയിഡൽ പ്രിസമായിട്ട് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ് ഐഡന്റിഫൈ ദ പ്രിസം ആൻഡ് ഇറ്റ്സ് പാർട്സ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. പാർട്സ് ഓഫ് പ്രിസത്തിൽ നമ്മൾ ഫേസസിനെ, എഡ്ജസിനെ, വെർട്ടിസസിനെ എല്ലാം കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നിട്ടുള്ള ഇത്രയും പ്രിസത്തിൻ്റെയും ഫേസസ്, എഡ്ജസ്, വെർട്ടിസസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഉത്തരം നോക്കാം. ആദ്യത്തെ എന്താണ്? ട്രയാങ്കുലർ പ്രിസമാണ്. അതിൽ എത്ര ഫേസസ് ഉണ്ട്? 5 ഫേസസ് ഉണ്ട്. അതായത് ടോപ്പ്, ബോട്ടം, അതുപോലെ റെക്ടാങ്കുലേഴ്സ് എത്ര ഉണ്ട്? 3. അപ്പം ടോപ്പ്, ബോട്ടം, അതോടൊപ്പം തന്നെ സൈഡ്സ് എത്ര ഉണ്ട്? 3. അപ്പം ടോട്ടൽ എത്ര ഉണ്ട്? 5 ഫേസസ് ഉണ്ട്. അതിൽ എഡ്ജസ് എത്ര ഉണ്ടെന്ന് നോക്കിയേ. നിങ്ങൾ ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസസിന്റെ സൈഡ്സ് ആണ് അല്ലേ? അതെത്ര ഉണ്ട്? 9. വെർട്ടിസസ് എത്ര ഉണ്ട്? 6. അതായത് ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് 6 എണ്ണമാണ് ഉള്ളത്. അങ്ങനെയാണ് റെക്ടാങ്കുലർ പ്രിസത്തിന് എത്ര ഉണ്ട്? ഫേസസ് 6, എഡ്ജസ് 12, വെർട്ടിസസ് 8. സ്ക്വയർ പ്രിസത്തിനോ? ഫേസസ് 6, എഡ്ജസ് 12, വെർട്ടിസസ് 8. പെന്റഗണൽ പ്രിസത്തിനോ? ഫേസസ് 7, എഡ്ജസ് 15, വെർട്ടിസസ് 10. ഹെക്സഗണൽ പ്രിസത്തിലോ? ഫേസസ് 8, എഡ്ജസ് 18, വെർട്ടിസസ് 12. അടുത്ത ലാസ്റ്റ് ഏതാണ് തന്നിരുന്നത്? ഹെപ്റ്റഗണൽ പ്രിസം. അതിൻ്റെ ഫേസസോ? 9 ഫേസസ് ഉണ്ട്, എഡ്ജസ് 19, വെർട്ടിസസ് 14. ഓക്കെ അല്ലേ? ശരിയാണോ നിങ്ങൾ എഴുതിയത്? ഓക്കെ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനൊരു ഹോംവർക്ക് കൂടി തരാം. നോക്കിക്കേ, എല്ലാവരും എഴുതിയെടുത്തേ.
ഇതിൻ്റെ ഫേസസ് എത്ര ഉണ്ട്, എഡ്ജസ് എത്ര ഉണ്ട്, വെർട്ടിസസ് എത്രയുണ്ട് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. എഴുതിക്കേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് സമപ്പ് ചെയ്തേ. നമ്മൾ ആദ്യമേ റെക്ടാങ്കുലർ ബ്ലോക്കുകളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അതിൽ നിന്ന് പ്രിസത്തിലേക്ക് വന്നു. പ്രിസം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ പാർട്സ്, അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പാർട്സ്, എഡ്ജസ്, ഫേസസ്, വെർട്ടിസസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും പോളിഗണൽ ഷേപ്പ് ഉണ്ടായിരിക്കും, അത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ സൈഡ്സ് എന്തായിരിക്കും, റെക്റ്റാങ്കിളും ആയിരിക്കും അല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ താങ്ക് യു.